എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് നിന്ന് മധുരയിലേക്ക് ഏതൊക്കെ ട്രെയിനിൽ നമുക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിലിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 16-128 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ് ആദ്യത്തെ വണ്ടി. എല്ലാ ദിവസവും സർവീസുള്ള വണ്ടിയാണിത്. എറണാകുളം ടൗണിലും എറണാകുളം ജംഗ്ഷനിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പുണ്ട്. എല്ലാ ദിവസവും രാത്രി 1 മണിക്കാണ് വണ്ടി എറണാകുളം ടൗണിലെത്തുന്നത്. അവിടെ ഈ വണ്ടിക്ക് 2 മിനിറ്റ് ഹോൾഡും. രാത്രി 1:15 ആകുമ്പോഴത്തേക്ക് എറണാകുളം ജംഗ്ഷനിലെത്തും. അവിടെ ഈ വണ്ടിക്ക് 5 മിനിറ്റ് ഹോൾഡും ഉണ്ട്. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയവും സ്ഥലവും പറയാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളത്തു നിന്നല്ല. എല്ലാ ദിവസവും രാത്രി 11:15 ഗുരുവായൂരിൽ നിന്നാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. എറണാകുളം മുതൽ മധുര വരെ ഈ വണ്ടിക്ക് ആകെയുള്ള 22 സ്റ്റോപ്പുകളാണ്. രാത്രി 1 മണിക്ക് എറണാകുളത്ത് നിന്ന് ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12:10 വെച്ച് നമുക്ക് മധുര ജംഗ്ഷനിലെത്താം. കൂടാതെ എറണാകുളത്ത് നിന്ന് മധുര വരെ പോകാനുള്ള ആകെ ദൂരം എന്ന് പറയുന്നത് 508 കിലോമീറ്ററാണ്. 508 കിലോമീറ്റർ ഓടിയെത്താനായിട്ട് ഈ വണ്ടിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് ഏകദേശം 11 മണിക്കൂറോളം വേണം. ഇനി ഈ വണ്ടിയിൽ ലഭ്യമാകുന്ന കോച്ചുകളെ കുറിച്ച് പറയാം. കോച്ചുകൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ മൊത്തം ആകെയുള്ള 24 കോച്ചുകളുണ്ട്. അതിൽ 2 SLR കോച്ച്. SLR എന്ന് പറയുമ്പോഴത്തേക്ക് സിറ്റിംഗ് കം ലഗേജ് ബ്രേക്കർ 2 എണ്ണം. പിന്നെ അത് വന്നിട്ട് 4 അൺറിസർവ്ഡ് കോച്ച്, 4 AC കോച്ചുകൾ, 11 സ്ലീപ്പർ കോച്ച്, 3 സെക്കൻഡ് സിറ്റിംഗ് എന്നിവയാണവ. പിന്നെ AC കോച്ച് 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ 1 എണ്ണം സെക്കൻഡ് AC ആണ്, 3 എണ്ണം തേർഡ് AC ആണ്. ഇനി ഓരോ കോച്ചിലും യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റേറ്റ് എത്രയാണെന്ന് പറയാം. എറണാകുളത്ത് നിന്ന് മധുര വരെ ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ ഒരാൾക്ക് 175 രൂപയ്ക്കകത്ത് വരും. സ്ലീപ്പർ ആണെങ്കിൽ 320 രൂപയ്ക്കകത്തും, സെക്കൻഡ് AC-യിലാണ് പോകേണ്ടതെങ്കിൽ 1200 രൂപയ്ക്കകത്തും, തേർഡ് AC-യിലാണ് പോകേണ്ടതെങ്കിൽ 860 രൂപയ്ക്കകത്തും, ഇനി സെക്കൻഡ് സീറ്റിംഗ് ആണെങ്കിൽ 190 രൂപയ്ക്കകത്തും റേറ്റ് വരും. എറണാകുളത്ത് നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോട്ടയം വഴിയല്ല വണ്ടി പോകുന്നത്. ഈ വണ്ടി ആലപ്പുഴ വഴിയാണ് തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്നത്. അവിടെ നിന്ന് പിന്നെ നാഗർകോവിൽ ടൗൺ വഴിയാണ് പിന്നെ മധുരയിലേക്ക് പോകുന്നത്. നാഗർകോവിൽ ടൗൺ വഴിയാണ്, നാഗർകോവിൽ ജംഗ്ഷൻ വഴിയല്ല. നാഗർകോവിൽ ജംഗ്ഷനിൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പുള്ളതല്ല. ഇനി വണ്ടിയുടെ ചില പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളും അതിൻ്റെ സമയവും കൂടി പറയാം. ഗുരുവായൂരിൽ നിന്ന് എടുത്തതിന് ശേഷം 1 മണിക്ക് എറണാകുളം ടൗണിലെത്തും, 1:15 എറണാകുളം ജംഗ്ഷനിലും, രാത്രി 2:15 ആലപ്പുഴയിലും, 3 മണിക്ക് കായംകുളത്തും, 3:40 കൊല്ലത്തും, രാവിലെ 5:10 തിരുവനന്തപുരത്തും എത്തും. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുത്തതിന് ശേഷം രാവിലെ 7:30 നാഗർകോവിൽ ടൗണിലെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ 9:40 തിരുനെൽവേലിയിലും, 11:20 വിരുദനഗർ ജംഗ്ഷനിലും, ഉച്ചയ്ക്ക് 12:15 മധുര ജംഗ്ഷനിലും എത്തിച്ചേരും. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഈ വണ്ടിയിൽ ഉപയോഗിക്കുന്നത് പുതിയ LHB കോച്ചുകളൊന്നുമല്ല, പഴയ ICF-ൻ്റെ കോച്ചുകളാണ്. പിന്നെ പറഞ്ഞ ടിക്കറ്റ് റേറ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പം കൂടും, ചിലപ്പോൾ കുറയും, ചെറുതായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എറണാകുളത്ത് നിന്ന് മധുരയ്ക്ക് പോകാൻ പറ്റിയ വണ്ടികൾ ഇനിയുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത പാർട്ടിൽ ചെയ്യാം. അപ്പോൾ അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം.